ഇടുക്കി മൂന്നാറിൽ ജനവാസ മേഖലകളും തോട്ടം മേഖലകളും ഉൾപ്പെടെ 17,000 ഏക്കർ ഭൂമി വനമാക്കാൻ നീക്കം. ജില്ലയിൽ 1837 ഏക്കർ ഭൂമി സംരക്ഷിത വനമായി വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെയാണ് വർഷങ്ങളായി മരവിച്ചിരുന്ന നടപടികൾക്ക് സർക്കാർ വേഗം കൂട്ടിയിരിക്കുന്നത്. മൂന്നാറിൽ കണ്ണൻദേവൻ റിസർവ് എന്ന പേരിൽ 2010 VS സർക്കാർ സംരക്ഷിത വനത്തിന്റെ കരട് വിജ്ഞാപനം ഇറക്കിയിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായിരുന്നു അന്ന് വനമന്ത്രി. ഈ വിജ്ഞാപനത്തിന്റെ അന്തിമ നടപടികളിലേക്കാണ് സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 1 ഇഞ്ച് പോലും വനവിസ്തൃതി വർദ്ധിപ്പിക്കില്ലെന്ന് ഇടതു നേതാക്കൾ പറയുന്നതിനിടെയാണ് കൂടുതൽ പ്രദേശങ്ങൾ വനഭൂമിയാക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ജില്ലയിൽ 1 ഇഞ്ച് പോലും വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരങ്ങൾ നടത്തുകയും കോൺഗ്രസ് ആണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെതിരെ പതനം നടത്തുകയും ചെയ്ത CPM നേതൃത്വം ഗവൺമെൻറ്റാണ് നമ്മുടെ ജില്ലയിൽ കൃഷിഭൂമി ഉൾപ്പെടെ റിസർവ് വനമായി നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ദേവികുളം താലൂക്കിലെ KDH വില്ലേജിൽ 16 ബ്ലോക്ക് നമ്പറുകളിൽ ഉൾപ്പെടുന്ന ഭൂമിയാണ് കണ്ണൻദേവൻ റിസർവിലുള്ളത്. 100 കണക്കിന് എസ്റ്റേറ്റ് ലയങ്ങളും 1000 തൊഴിലാളികളും റിസർവിന്റെ പരിധിയിൽ താമസിക്കുന്നുണ്ട്. എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്ന് സംരക്ഷിത വനമുണ്ടായാൽ വന്യജീവി ശല്യം കാരണം ഈ പ്രദേശങ്ങളിൽ ജനജീവിതം അസാധ്യമായി മാറും. 1000 വിനോദസഞ്ചാരികൾ ദിനംപ്രതി വരുന്ന മൂന്നാർ ടൗണിനു ചുറ്റും സംരക്ഷിത വനമാകും. അന്തിമ വിജ്ഞാപനം ഇറങ്ങിയാൽ മൂന്നാറിൽ നിന്ന് ജനങ്ങൾ കുടിയിറങ്ങേണ്ടി വരുമെന്നും കോൺഗ്രസ് ആരോപിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി.